രാജത്വത്തിൻ്റെ ചില സംഭവങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അച്ഛന് കഴിഞ്ഞ ദിവസം അച്ഛൻ സൂചിപ്പിച്ചിരുന്നു, ദൈവമായിരുന്നു ഇതുവരെയും രാജാവ്, ഇനി മനുഷ്യൻ രാജാവായിത്തീരുന്ന ഒരു സാഹചര്യം. എന്നിട്ട് അച്ഛൻ പഠിപ്പിച്ചു, യേശു എന്ന ആ വലിയ രാജാവിൻ്റെ നിഴലാണ് ഇവിടെ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ രാജത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം പദ്ധതിയിട്ട ഒരു കാര്യമാണോ ഈ രാജത്വം? ഈ മനുഷ്യനെ രാജാവായി തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണോ, അതോ ജനത്തിൻ്റെ നിർബന്ധം മുഖാന്തരം അങ്ങനെ ചെയ്യേണ്ടി വന്നതാണോ? രാജാക്കന്മാർ തീർച്ചയായും ദൈവപദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ അത് പറയുമ്പോൾ അതേ സമയത്ത് തന്നെ ആ രാജത്വത്തെ ദൈവം വിഭാവന ചെയ്തത് മനുഷ്യർ, ഇസ്രായേൽക്കാർ വിചാരിച്ച രീതിയിലായിരുന്നില്ല. അവർ പറഞ്ഞത് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് തരിക എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് ജനതകളുടെ നിയന്ത്രണം സമ്പൂർണമായും അവരുടെ രാജാവിൽ നിക്ഷിപ്തമായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ഒരേ ഒരു രാജാവ് ദൈവം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണമായി തിരിച്ചറിഞ്ഞ് ഈ ജനത്തെ പരിപാലിക്കാനുള്ള ഒരു പ്രോക്സി, ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു പ്രതിപുരുഷൻ മാത്രമാണ് ദൈവം ഇസ്രായേലിനെ വിഭാവനം ചെയ്യുന്ന രാജാക്കന്മാർ. കാരണം ആ രാജപരമ്പരയിൽ നിന്നാണ് നിത്യനായ രാജാവായ ഈശോ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ അവരെ ഭരിക്കുന്ന ഒരു രാജാവ് ദൈവപദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ ഒരേ ഒരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ രാജാവിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. യഥാർത്ഥത്തിൽ അത് ഈശോയുടെ രാജത്വ പ്രഖ്യാപനമാണ്. ആ വാചകം, ഞാനാണ് ഇസ്രായേലിൻ്റെ ദൈവം വിഭാവനം ചെയ്ത യഥാർത്ഥ രാജാവ്. തീർച്ചയായിട്ടും രാജാക്കന്മാർ ദൈവപദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ നമ്മൾ കണ്ട വിധത്തിലുള്ള ഒരു രാജകീയ സങ്കല്പമല്ല ദൈവം കണ്ടത്.